ഹലോ ഗൈസ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതം, ബെന്യാമിന്റെ ആടുജീവിതം 2008 പുറത്തിറങ്ങിയ ഒരു നോവലായിരുന്നു. നമ്മുടെ വായനക്കാർക്കിടയിൽ ആ ഒരു പുസ്തകം വായിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. അത്രയേറെ ഇമോഷണലി ടച്ചിങ് ആയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ്. അത്രയും വായനക്കാർ, അത്രയും ഒരു ഫാൻ ഫോളോയിങ് ഉള്ളൊരു നോവലാണ് ആടുജീവിതം. അപ്പോൾ ആ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ബ്ലെസ്സി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ ആടുജീവിതത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് പൃഥ്വിരാജിന്റെ പല സിനിമകളുടെയും ഷെഡ്യൂൾ ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടാണ് മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാം, കോവിഡിന്റെ സമയത്ത് അദ്ദേഹം ആ ഒരു വെയിറ്റ് ലോസ് ചെയ്ത കാര്യവും അതിന് മുന്നേ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. 2017-16 സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും പല സിനിമകളും ഇതിനു വേണ്ടി അദ്ദേഹത്തിന് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂലായിട്ട് പറഞ്ഞിട്ടുണ്ട്, 6-7 വർഷമായിട്ട് ഇത് തന്നെയാണ്. പല സിനിമകളും ഈ ഒരു ആടുജീവിതത്തെ ബേസ് ചെയ്തിട്ട് തനിക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. പല അന്യഭാഷാ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് വന്നതൊക്കെ ഈ ഒരു സിനിമ കാരണം മാറിപ്പോയിട്ടുമുണ്ട്. അപ്പോൾ അത്രയേറെ ഇമ്പോർട്ടൻസ് അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്തു എന്നുള്ളത് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ഫിലിം ഏതായിട്ട് വരുന്നത് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആടുജീവിതമായിരിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഡിക്കേഷൻ, നമ്മൾക്ക് ആ ഒരു അദ്ദേഹം ചെയ്ത ആ ഫിസിക്കലി നമ്മളറിയാം. നമുക്കൊരു അതിന് മുന്നേ ഒരു ട്രെയിലർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ആ കോവിഡ് സമയത്ത് അദ്ദേഹം എയർപോർട്ടിൽ വന്ന ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒരുപാട് വൈറലായിട്ട് ആയിട്ടുണ്ട്. അത്രയേറെ എഫേർട്ട് എടുത്തുള്ളൊരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലെസ്സി നമുക്കറിയാം, കാഴ്ച എന്ന സിനിമയിൽ തുടങ്ങി നമുക്ക് ഒരുപാട് സിനിമകൾ, കാഴ്ച, പളുങ്ക്, നമ്മുടെ ലാലേട്ടന്റെ തന്മാത്ര, ഇങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു മികച്ച ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹവും പൃഥ്വിരാജും കൂടി ചേരുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രെയിലർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ ട്രെയിലറിലേക്ക് ഒന്ന് പോയി നോക്കാം. ചേട്ടാ, Gotla. अंदर से कोई बाहर ना जा सके. Random insight March 28. ഇതിന്റെ ട്രെയിലർ കഴിഞ്ഞിട്ട് ആ തരിപ്പ് അങ്ങ് പോകുന്നില്ല. അത്ര ഗംഭീര ഫ്രെയിംസ് അടി, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ്. സുനിൽ കേസ് ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കമാര സംഭവം, ചുരുളി, ഇതൊക്കെ സുനിൽ കേസിന്റെ വർക്കായിരുന്നു. അപ്പം എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ സ്നേക്ക് ആ ഡെസേർട്ടിലൂടെ പോകുന്ന ആ കാര്യങ്ങൾ, പിന്നെ ആ ക്യാമലിന്റെ തോന്നുന്നു കണ്ണിലൂടെ നമുക്ക് ആ ഒരു നജീമുള്ള ക്യാരക്ടർ കാണാൻ പറ്റുന്നു. ഇതൊക്കെ ബ്ലെസ്സിയും ആ സിനിമ, സുനിൽ കേസ്, അതുപോലെ ഒരുപാട് നമുക്ക് AR റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ പൃഥ്വിരാജ് സുകുമാരൻ, അദ്ദേഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ജോർദാനിൽ നമ്മുടെ ലോക്ക്ഡൌണിന്റെ സമയത്ത്, COVID-19 സമയത്ത് അവർ എൻറ്റയർ ടീം പെട്ടുപോയൊരു ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പോൾ അടുത്ത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമുക്ക് അന്നേ അറിയാം, ഒരുപാട് വലിയ വാർത്തയായിരുന്നു. ആ ഒരു എൻറ്റയർ ടീം ആ ഒരു ജോർദാൻ എന്ന സ്ഥലത്ത് ഡെസേർട്ടിൽ പെട്ടുപോയിട്ട് നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് എങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റാത്ത വരികയും അങ്ങനത്തെ കുറച്ച് ദിവസം ഒക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു. അത്രയും എഫേർട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ സിനിമ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് പ്രോഗ്രസ്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ മലയാള സിനിമയുടെ ഒരു ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 2 months 3 months കൊണ്ടൊക്കെ നമുക്ക് ഓരോ സിനിമ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് 2016-17 ഷൂട്ടിംഗ് ആരംഭിച്ച് ആ ഒരു 5-6 ഇത്ര ഷെഡ്യൂൾ എനിക്കറിയില്ല. അത്രയും ഒരുപാട് തവണയായിട്ടാണ് അവർ ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോയി വരുന്നത്, ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിന് 2010 റൈറ്റ്സ് വാങ്ങി അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്ലെസ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ അത്രയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ പൃഥ്വിരാജിനെ പല ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇതെൻ്റെ ഒരു ഇതുപോലൊരു റോള് അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ ചെയ്യില്ല, കാരണം അത്രയും അൺഹെൽത്തി ആ ഡയറ്റ് ഫോളോ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അത്രയും സ്ട്രഗിൾ അതിന് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു സിനിമയ്ക്കകത്ത് ഈ ഒരു ട്രെയിലറിൽ തന്നെ അത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും March 28 മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. കാരണം അത് എനിക്കെന്തായാലും ഫസ്റ്റ് FD തന്നെ ഞാൻ ലോക്ക്ഡ് ആണ്, അത് എന്തായാലും കൊച്ചിയിൽ തന്നെ ആയിരിക്കും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് മസ്റ്റ് വാച്ച് എന്തായാലും കാണണം എന്നുള്ള അത്രയും വെയിറ്റിംഗ് ഉള്ളൊരു സിനിമയാണ് ഈ വർഷത്തെ. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. March 28 റിലീസ്. ഏപ്രിൽ അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ വേറെ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം. ആവേശം, പിന്നെ ജയ് ഗണേഷ്, അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് ഈ ഏപ്രിലും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വലിയ ഹിറ്റുകളാവട്ടെ. നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, അതുപോലെ പ്രേമൽ ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് 30-30 ദിവസമായിട്ടും സ്റ്റിൽ ഒരു 1 crore വെച്ചിട്ട് എല്ലാ ദിവസവും കളക്ട് ചെയ്യുന്നു. അത്രയും ആൾക്കാർ കയറുന്നു. ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു മാസമായിരുന്നു ഈ അപ്പം മാർച്ചിൽ ആടുജീവിതം ഉണ്ട്, ഏപ്രിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളുണ്ട്, മെയ്യിൽ അങ്ങനെ മലയാള സിനിമയ്ക്ക് വളരെയധികം വലിയൊരു മാറ്റം വന്നിരിക്കുന്ന സമയമാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ മാർച്ച് ആവുന്നതോടും ആകെ ഒരു ഹിറ്റ് ആൻഡ് ഹിറ്റ് സിനിമ ഉണ്ടായിട്ടുള്ളൂ, രോമാഞ്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം ഒരു മാസം ഫെബ്രുവരി മാസം തന്നെ ഇപ്പോൾ നമുക്കൊരു 3 വലിയ ഗംഭീര ഹിറ്റുകൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത്രയും നല്ല രീതിയിൽ സിനിമകൾ ജനം സ്വീകരിക്കും, നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ജനം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ അത്രയും നല്ല സിനിമകൾ വരട്ടെ, വലിയ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ